ഈ ഒരു ക്രാഫ്റ്റിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് ഗൈസ്. പിൻട്രസ്റ്റിലും മീഷോയിലും ഇതുപോലത്തെ കുറേ ലാമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് അത് ഉണ്ടാക്കാം. അത്യാവശ്യം എല്ലാവരുടെയും കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ലാമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ആകെ വാങ്ങേണ്ട സാധനം ഈ ഒരു ലൈറ്റ് മാത്രമാണ്. ഇത് മീഷോയിൽ നല്ല അഫോർഡബിൾ റേറ്റിൽ കിട്ടും കേട്ടോ. ഞാൻ ഈ അടുത്ത് ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു സംഭവം ഈ ലാമ്പാണ് കേട്ടോ. ഈ ലാമ്പ് എന്നൊക്കെ പറയുമ്പോൾ അയ്യോ എന്ത് വലിയ സംഭവമാണ്, കുറേ നേരം എടുക്കും, കഷ്ടപ്പാടാണ് ഉണ്ടാക്കാനൊന്നും വിചാരിക്കരുത്. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ 2 കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കണം. ഒന്ന് കുറച്ച് വലുതും ഒന്ന് കുറച്ച് ചെറുതും. ഈ ചെറിയ കാർഡ്ബോർഡിൻ്റെ മുകളിൽ പശ തേച്ചിട്ട് മറ്റേതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് റോൾ എടുക്കുക, അതിൻ്റെ ബാക്കിൽ പശ തേക്കുക, അതും ഒട്ടിക്കുക. ഇതൊക്കെ ഒട്ടിക്കാൻ ഗ്ലൂ ഗൺ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഫെവിക്കോളൊക്കെ വെച്ചിട്ട് ഒട്ടിക്കാം. അത് ഉണങ്ങാൻ കുറച്ച് അധികം സമയം എടുക്കുന്നുള്ളൂ. ഇനി വേറൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിന് 4 ഓട്ട ഇട്ട് കൊടുക്കുക. 4 അല്ല, ഒരു 5-6 ഇട്ട് കൊടുത്തോട്ടോ. എന്നിട്ട് ഇതിന്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. കറക്റ്റ് നടു നോക്കി ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ലാമ്പിന്റെ പകുതി പണി കഴിഞ്ഞു. ഇനി ബാക്കി പകുതി ചെയ്യാം. ഇനി ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് നീളം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ലാമ്പിന്റെ മുകളിലത്തെ ഭാഗില്ലേ, അതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാനായിരുന്നു ഏറ്റവും കഷ്ടപ്പാട്. എത്ര നേരമായിരുന്നു, ഒരു അരമണിക്കൂറിന്റെ മുകളിലെങ്കിലും എടുത്തുണ്ടാവും ഉണ്ടാക്കാൻ. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ ശരിയാക്കി എടുത്തു. അതിന്റെ മുകളിൽ ചെറിയ കാർഡ്ബോർഡും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ കാർഡ്ബോർഡും കൂടി ഒന്ന് ഒരു വൈറ്റ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. അങ്ങനെ അതെങ്ങനെയൊക്കെയോ റെഡിയാക്കി. ഇതെന്താണ് ഇതിന് വലിയ ഓട്ടാന്ന് ചോദിക്കരുത് കേട്ടോ. ഞാൻ ആ ഓർഡർ ഇടുമ്പോൾ ലൈറ്റ് നമുക്ക് ഇറക്കി വെക്കാനുള്ള ഓട്ട ഇടാൻ മറന്നു. ഇനി ആ ലൈറ്റ് ഒക്കെ ഒന്ന് വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത്. ഇനി ഇതിന്റെ മുകളിൽ പശ തേക്കുക, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സാധനം ഒട്ടിച്ചു കൊടുക്കുക. സംഭവം കഴിഞ്ഞു, ലാമ്പ് റെഡി. മൊത്തം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ. ഇനി ആ ലൈറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. റൂമത്തെ ലൈറ്റും കൂടി ഒന്ന് ഓഫ് ആക്കുക. ലൈറ്റ് ഓഫ് ആക്കിയപ്പോൾ അടിപൊളിയായിരുന്നു കാണാൻ. ഞാൻ ഈ അടുത്ത് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ട ഒരു ക്രാഫ്റ്റ് വേറെ ഇല്ല. കുറെ ആയി ഞാൻ വാങ്ങണമെന്ന് വിചാരിക്കണു, പക്ഷെ നമുക്ക് ഉണ്ടാക്കാൻ അറിയുമ്പോൾ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ഒരു നോർമൽ ലാമ്പ് കയ്യിലുണ്ട്, പക്ഷെ ഇതുപോലത്തെ ഒരു വാം ലൈറ്റും കൂടി വരുമ്പോഴാണ് ആ ലുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആവുന്നത്. ഇനി നമുക്ക് കുറെ ജേണലൊക്കെ ചെയ്യാനുള്ളതാണ്. അപ്പോൾ സംഭവം ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.